നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മാളവിക വേൽസ്. ഒരു പ്രമുഖ ഇന്ത്യൻ ചലച്ചിത്ര ടെലിവിഷൻ നടിയും മികച്ചൊരു ക്ലാസിക്കൽ നർത്തകിയുമാണ് താരം. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് നായികയായി അരങ്ങേറുന്നത്. മിനി സ്ക്രീനിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെയാണ് മാളവിക കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. മഴവിൽ മനോരമയിലെ പൊന്നമ്മളി, അമ്മുവിന്റെ അമ്മ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയ അവരുടെ പ്രധാന പരമ്പരകളിൽ ചിലതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലെ അഞ്ജന എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടിയിരുന്ന ഒന്നായിരുന്നു. പേരിനൊപ്പമുള്ള വേൽസ് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെന്നും മുൻപ് മാളവിക പറഞ്ഞിരുന്നു. ചാനൽ പരിപാടികളിൽ രമേശ് പിഷാരടിയും ഇതേക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അച്ഛന്റെ പേരാണ് വേൽസ്, തൃശൂർക്കാരനാണ്, ആംഗ്ലോ ഇന്ത്യക്കാരനാണെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നുമായിരുന്നു അന്ന് മാളവിക പറഞ്ഞിരുന്നത്. പരിപാടികൾക്ക് പുറമെ ചാനൽ പരിപാടികളിലും താരം അതിഥികളായി എത്താറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും വൈറലായി മാറാറുമുണ്ട്. ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പലപ്പോഴും മാളവികയെ നേരിടാറുമുണ്ട്. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നായിരുന്നു മാളവിക മുൻപ് പറഞ്ഞിരുന്നത്. വിവാഹ ആലോചനകൾ ഇപ്പോഴും വരുന്നുണ്ടെന്നും അന്ന് താരം പറഞ്ഞിരുന്നു. ശ്രീനിഷ് അരവിന്ദുമായി നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്നും ബിഗ് ബോസിൽ പോയതോടെയാണ് ആ ബ്രേക്കപ്പ് നടന്നതെന്നുമുള്ള വിവരങ്ങളും നേരത്തെ പ്രചരിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഷോയിൽ വെച്ചായിരുന്നു പേളിയും ശ്രീനിഷും പ്രണയത്തിലാകുന്നത്. മത്സരത്തിൽ നിലനിൽപ്പിന് വേണ്ടി എന്നായിരുന്നു തുടക്കത്തിലെ എല്ലാവരും വിമർശിച്ചിരുന്നത്. ജീവിതാവസാനം വരെ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പേളി അന്ന് പറഞ്ഞിരുന്നത്. ഷോയിൽ നിന്നും പുറത്തിറങ്ങി വൈകാതെ തന്നെ പേളിയും ശ്രീനിഷും ഒന്നിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരങ്ങളിൽ ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മാളവികയും പേളിയും അണിയും ഒന്നിച്ചുള്ള ഒരു പരിപാടിയുടെ വീഡിയോ ക്ലിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേളിക്ക് വേണ്ടിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നായിരുന്നു മാളവിക ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പാചക പരിപാടിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചത്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അവസാനം മാളവികയുടെ ജീവിതം തകർത്തു. വർഷങ്ങളായി മാളവികയുമായി ലിവിംഗ് ടുഗദർ ആയിരുന്നു ശ്രീനിഷ്. ബിഗ് ബോസിൽ ശ്രീനിഷിനുള്ള വസ്ത്രവും ഷൂസും എല്ലാം നൽകിയിരുന്നതും മാളവികയായിരുന്നു. ഏറ്റവും വലിയ നിന്ദികേടും ചതിയുമാണ് ചെയ്തത്, വിശ്വാസവഞ്ചനയും. അതുവരെയും മാളവിക വിവാഹം കഴിച്ചിട്ടില്ല. ചതിച്ചിട്ട് പോയതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല. ശ്രീനിഷിനോട് പേളി വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ തനിക്കായി പുറത്തൊരിയാൾ കാത്തിരിക്കുന്ന കാര്യം അറിയിച്ചിട്ടും പേളി തീരുമാനം മാറ്റിയിരുന്നില്ല. തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറാതെ പ്രണയാഭ്യർത്ഥന നടത്തി. തുടർന്ന് ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനെയും മറ്റും വരുത്തി ഉടനടി കല്യാണവും ഫിക്സ് ചെയ്യുകയായിരുന്നു. ഒരു തവണയെങ്കിലും ബിഗ് ബോസിന് ശേഷം മാളവികയെ കണ്ടിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വപ്നം തകരുവാൻ കാരണം അദ്ദേഹം ആകുമായിരുന്നില്ലെന്നും ഒരാൾ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്. സത്യം, ഇതേക്കുറിച്ച് ഇതുവരെയും പേളി പ്രതികരിച്ചിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നും തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. പണമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നടത്താമല്ലോ. ട്രൂ ലവ് ആക്ട് ചെയ്യുകയാണ്, കർമ്മ എന്നുണ്ടല്ലോ. സത്യം, ഇതേക്കുറിച്ച് പേളി ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു കമന്റുകൾ വരുന്നത്. ശ്രീനിക്ക് വേറൊരു ബന്ധമുണ്ടെന്നും ആ പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടെന്നും അർച്ചന സുശീലൻ അന്ന് ആ ഷോയിൽ വെച്ച് പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടും പേളി പിന്മാറിയില്ലെന്നും ശ്രീനിഷ് അത് പ്രോത്സാഹിപ്പിച്ചെന്നും എന്നുമായിരുന്നു വിമർശനങ്ങൾ ഏറെയും. ഈ വിഷയത്തെക്കുറിച്ച് പേളിയോ ശ്രീനിഷോ മാളവികയോ ഇതുവരെയും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാ താരദമ്പതികൾ ശ്രീനിഷും പേളിയും. ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനിഷ് പ്രശംസകൾ നേടാറുണ്ട്. ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ് ഇരുവരും. എന്നാൽ പേളിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ശ്രീനിഷിന്റെ പഴയ പ്രണയ കഥകളും വൈറലായി മാറാറുണ്ട്. ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷിന് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടായിരുന്നുവെന്നും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നൊക്കെയായിരുന്നു ആരാധകർ പേളിയുടെ വാർത്തയുടെ താഴെയായി കമന്റായി രേഖപ്പെടുത്തിയിരുന്നത്. പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉഡായിപ്പായിരുന്നുവെന്നും പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് എന്നോട് അന്നേ അത് പറഞ്ഞിരുന്നുവെന്നും അവൾ ഫേക്കാണ്, ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല. പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് കൊണ്ട് ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. രഞ്ജിനി ഹരിദാസ്
മനസ്സ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന് ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം. പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രഷനിൽ ആയിരുന്നു. അവരും ഒരു നടിയായിരുന്നു. അത് നടി മാളവിക വേൽസ് ആണെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. മാളവികയും ശ്രീനിഷും പ്രണയത്തിൽ ആയിരുന്നുവെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ്. ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത്. മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ആര് പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ്. അവർ അതിൽ ചെയ്തത് ഉള്ള നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ശ്രീനിയെ മാനേജ് ചെയ്ത് ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ്. ഇത്രയും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.